നമസ്കാരം. ഡമാസ്കസിലെ സിറിയൻ സൈനിക ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടത്തി ഇസ്രായേൽ എന്നൊരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തെക്കൻ സിറിയയിലെ ദുറൂസി വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ ബുധനാഴ്ച വൈകുന്നേരം സിറിയൻ സൈനിക ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടത്തിയത്. സൈനിക ആസ്ഥാനത്തിന്റെ പ്രധാന കവാടമടക്കം ഷെല്ലാക്രമണത്തിൽ തകർന്നുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നഗരഹൃദയത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് അവിടെയുള്ളവരും പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം സിറിയ വീണ്ടും പുകയുന്നു. ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനു പിന്നാലെ സമാധാന സൂചനകൾ കണ്ടു തുടങ്ങിയ സിറിയ വീണ്ടും ആഭ്യന്തര സംഘർഷത്തിന്റെ പിടിയിൽ അമരുകയാണ് എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. മതന്യൂനപക്ഷമായ ദുറൂസികളുടെ നേതൃത്വത്തിലുള്ള സായുധ സംഘങ്ങളും സുന്നി ഗോത്ര വിഭാഗമായ ബദിയൂനുകളും തമ്മിൽ 2 ദിവസമായി നടക്കുന്ന ഏറ്റുമുട്ടലിൽ 100ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. 100ലേറെ പേർക്ക് പരിക്കേറ്റു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ദക്ഷിണ സിറിയയിലെ സുവൈദ നഗരത്തിൽ ബദൂയിൻ ഡ്രൂസ് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 30 പേർ കൊല്ലപ്പെട്ടെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് 100 പേർക്ക് പരിക്കേറ്റു എന്ന വിവരവും പുറത്തുവന്നു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. സമാധാനം പുനഃസ്ഥാപിക്കാൻ സർക്കാർ സേന സുവൈദ നഗരത്തിൽ പ്രവേശിച്ചെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വക്താവ് നറൌദ്ദീൻ അൽബാബ പറഞ്ഞിരുന്നു. സർക്കാർ സേനയെ അയച്ചെങ്കിലും ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂനപക്ഷമായ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടവരെ തട്ടിക്കൊണ്ടുപോകുന്നത് സമീപകാലത്ത് പതിവായ ഒരു സംഭവമായിരുന്നു. ഇത് തന്നെയാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ട വ്യാപാരിയെ വെള്ളിയാഴ്ച തട്ടിക്കൊണ്ടുപോയിരുന്നു. സർക്കാർ സേനയിലെ ചില അംഗങ്ങൾ ബദിയൂൻ വിഭാഗത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ദുറൂസ് വിഭാഗത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന ഇസ്രായേൽ ദക്ഷിണ സിറിയയിൽ മിലിറ്ററി ടാങ്കുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തുവന്നത്. ബാഷർ അൽ അസദിന്റെ ഭരണം അട്ടിമറിക്കപ്പെട്ടതിനു ശേഷം സിറിയയിൽ വിഭാഗീയ സംഘർഷങ്ങൾ പതിവായി തന്നെ തുടരുകയാണ്. അൽഷറ ഭരണകൂടത്തെ വിശ്വാസത്തിലെടുക്കാൻ ഡ്രൂസ് അടക്കമുള്ള വിഭാഗങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഡ്രൂസുകളും ബിഥുനി വിഭാഗവും തമ്മിൽ സംഘർഷം നടക്കുന്ന സിറിയയിലെ സുവൈദയിലാണ് ഇസ്രായേൽ ഇന്ന് ബോംബിട്ടത്. ആക്രമണത്തെ സിറിയ അപലപിച്ചിട്ടുണ്ട്. സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സിറിയ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള ഒരു സ്ഫോടന ശബ്ദം തന്നെയാണ് നഗരഹൃദയത്തിൽ കേട്ടത്. എന്തായാലും തങ്ങൾ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എത്ര പേർ കൊല്ലപ്പെട്ടു എന്നോ എത്ര പേർക്ക് പരിക്കേറ്റു എന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും തെക്കൻ സിറിയയിലെ ദുറൂസി വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് സംഭവം ഉണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ട്. പ്രധാന കവാടമടക്കം ഷെല്ലാക്രമണത്തിൽ തകർന്നുവെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു.